സോ ഒന്നുകൂടി സിമ്പിളായിട്ട് പറയാം, ഫാക്ടറി കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മൾ ഫാക്ടറിന്റെ ഉള്ളിലുള്ള കോസ്റ്റിനെയാണ് നമ്മൾ ഫാക്ടറി കോസ്റ്റ് എന്ന് വിളിക്കുന്നത്. അത് മാർക്കറ്റിലേക്ക് വരുമ്പോൾ അതിനകത്ത് ഇൻഡയറക്റ്റ് ടാക്സും സബ്സിഡി ആഡ് ചെയ്യുന്നു. ഇനി ഒരു എക്സാമ്പിളിലൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഫോർ എക്സാമ്പിൾ, ഒരു സാധനം ഫാക്ടറിന്റെ ഉള്ളിലുള്ള കോസ്റ്റ് എന്ന് പറയുന്നത് 100 രൂപയാണെന്നുണ്ടെങ്കിൽ അത് മാർക്കറ്റിലേക്ക് വരുമ്പോൾ അതിനകത്ത് ഇൻഡയറക്റ്റ് ടാക്സ് നമ്മൾ കൂട്ടണം. അതിലെന്തെങ്കിലും സബ്സിഡി ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? സബ്സിഡി കുറയ്ക്കണം. അപ്പോൾ അതെന്തായി മാറും? അത് മാർക്കറ്റിൽ വിൽക്കുന്ന MRP അല്ലെങ്കിൽ മാർക്കറ്റ് പ്രൈസ് ആയിട്ട് അതിനെ മാറും. സോ ഫാക്ടറിയിലെ കോസ്റ്റിലാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾ ഫാക്ടറി കോസ്റ്റ് എന്ന് വിളിക്കുന്നു. അതല്ല, മാർക്കറ്റിൽ വരുന്ന പ്രൈസിനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ മാർക്കറ്റ് പ്രൈസ് എന്ന് വിളിക്കുന്നു. ഇനി എങ്ങനെയാണ് ഒരു NNP അറ്റ് ഫാക്ടറി കോസ്റ്റ് മാർക്കറ്റ് പ്രൈസ് ആക്കുന്നത്? എങ്ങനെയാണ്? ഫോർ എക്സാമ്പിൾ, NNP നമുക്ക് കിട്ടിയത് NNP അറ്റ് ഫാക്ടറി കോസ്റ്റ് ആണെന്ന് വിചാരിക്കാം. NNP അറ്റ് ഫാക്ടറി കോസ്റ്റ് കിട്ടി. ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം? മാർക്കറ്റ് പ്രൈസ് ആക്കി മാറ്റണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ കൂടെ എന്ത് ചെയ്താൽ മതി? ഇൻഡയറക്റ്റ് ടാക്സ് കൂട്ടുക. എന്തെങ്കിലും ടാക്സ് ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ആ ടാക്സ് കൂട്ടുക. ചിലപ്പോൾ ടാക്സ് ഇല്ല, സബ്സിഡി മാത്രം ഉള്ളെങ്കിൽ സബ്സിഡി കുറച്ചാലും മതി. അപ്പോൾ ടാക്സ് ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ടാക്സ് കൂട്ടുക. സബ്സിഡി കുറയ്ക്കാനുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? സബ്സിഡി കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? NNP അറ്റ് മാർക്കറ്റ് പ്രൈസ് കിട്ടും. ഇനി എങ്ങനെയാണ് NNP അറ്റ് മാർക്കറ്റ് പ്രൈസ് നമ്മളിൽ ഉണ്ടെന്ന് വിചാരിക്കുക. മാത്തമാറ്റിക്കൽ ഇക്വേഷൻ ആണ്. NNP അറ്റ് മാർക്കറ്റ് പ്രൈസ് നമ്മളിലുണ്ട്. നമുക്ക് എന്ത് കണ്ടെത്തണം? NNP അറ്റ് ഫാക്ടറി കോസ്റ്റ് കണ്ടെത്തണം. നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ NNP അറ്റ് മാർക്കറ്റ് പ്രൈസിൽ നിന്ന് എന്ത് കുറയ്ക്കണം? നേരത്തെ നമ്മൾ സബ്സിഡി ഇൻഡയറക്റ്റ് ടാക്സ് കൂട്ടി. ഇവിടെ എന്ത് ചെയ്യണം? ഇൻഡയറക്റ്റ് ടാക്സ്, കാരണം മാർക്കറ്റ് പ്രൈസ് ഇവിടെ ഉണ്ട്. ഇനി നമുക്ക് എങ്ങോട്ടാണ് പോകണ്ടേ? ഫാക്ടറി കോസ്റ്റിലേക്കാണ് പോകണ്ടേ. സോ ഫാക്ടറി കോസ്റ്റിലേക്കാണ് പോകേണ്ടതെന്നുണ്ടെങ്കിൽ NNP അറ്റ് മാർക്കറ്റ് പ്രൈസിൽ നിന്ന് ഇൻഡയറക്റ്റ് ടാക്സ് കുറയ്ക്കുക, സബ്സിഡി കൂട്ടുക. അപ്പം നമുക്ക് എന്ത് കിട്ടും? NNP അറ്റ് ഫാക്ടറി കോസ്റ്റ് കിട്ടും. ക്ലിയർ ആണോ? അതായത് കൂട്ടുന്നിടത്ത് നമ്മൾ ഫാക്ടറി കോസ്റ്റ്, ഇത് NNP അറ്റ് ഫാക്ടറി കോസ്റ്റ് അല്ലേ? ഫാക്ടറി കോസ്റ്റ്. ഇതിൻ്റെ കൂടെ ഞാൻ ഇൻഡയറക്റ്റ് ടാക്സ് കൂട്ടി, സബ്സിഡി കുറച്ചു. അപ്പോൾ എനിക്ക് എന്ത് കിട്ടി? NNP അറ്റ് മാർക്കറ്റ് പ്രൈസ് കിട്ടി. അപ്പോൾ NNP അറ്റ് മാർക്കറ്റ് പ്രൈസിൽ നിന്ന് NNP അറ്റ് ഫാക്ടറി കോസ്റ്റ് ആക്കണം. ഞാൻ എന്ത് ചെയ്യണം? ഇതിനകത്ത് ഞാൻ ഇൻഡയറക്റ്റ് ടാക്സ് കൂട്ടുകയും ചെയ്തു, സബ്സിഡി കുറച്ചു. അപ്പോൾ ഇനി എന്ത് ചെയ്താൽ മതി? സബ്സിഡി കൂട്ടുക, ഇൻഡയറക്റ്റ് ടാക്സ് കുറയ്ക്കുക. അങ്ങനെയാണ് ഇതെന്തായി മാറും? ഫാക്ടർ കോസ്റ്റ് ആയിട്ട് മാറും. ഓക്കെ, ഇതെന്താണ് NNP അറ്റ് ഫാക്ടറി കോസ്റ്റ്? ഒന്നിച്ചൊന്ന് പറഞ്ഞേ. ദിസ് ഈസ് NNP അറ്റ് ഫാക്ടറി കോസ്റ്റ്. ഇതിൽ നിന്ന് ഇൻഡയറക്റ്റ് ടാക്സ് കൂട്ടി, ഒന്നിച്ച് പറയാം, ഇൻഡയറക്റ്റ് ടാക്സ് കൂട്ടി, അതേപോലെ തന്നെ സബ്സിഡി കുറച്ചു. അപ്പോൾ എന്തായി മാറി? NNP അറ്റ് മാർക്കറ്റ് പ്രൈസ് ആയി മാറി. NNP അറ്റ് മാർക്കറ്റ് പ്രൈസിൽ നിന്ന് ഇൻഡയറക്റ്റ് ടാക്സ് കുറച്ചു, സബ്സിഡി കൂട്ടി, നേരെ തിരിച്ചു. അപ്പോൾ എന്തായി മാറി? NNP അറ്റ് ഫാക്ടറി കോസ്റ്റ് ആയി മാറി. സിമ്പിൾ അല്ലേ? ഇത്രയും സിമ്പിൾ അല്ലേ? ഇനി മറന്നു പോവോ? ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കവർ ചെയ്തത് NNP എന്താണ് എന്നുള്ളതാണ്. അതേപോലെ തന്നെ എന്താണ് GDP, എന്താണ് GNP, NNP, ഇത്രയും നമ്മൾ കവർ ചെയ്തു. അതുപോലെ തന്നെ ഡിപ്രീസിയേഷൻ എന്താണെന്ന് കവർ ചെയ്തു. അതുപോലെ ഫാക്ടറി കോസ്റ്റ് എന്താണ്, മാർക്കറ്റ് കോസ്റ്റ് എന്താണെന്ന് നമ്മൾ കവർ ചെയ്തു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് എങ്ങനെയാണ് നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഡിഫറെന്റ് മെത്തേഡ് ഓഫ് കാൽക്കുലേറ്റിംഗ് നാഷണൽ ഇൻകം ആയിരിക്കും അടുത്ത ക്ലാസ്സിൽ ഉണ്ടാവുക. സോ എത്രയും പെട്ടെന്ന് അതിന് മുമ്പ് എന്ത് ചെയ്യുക? ഈ ക്ലാസ്സിൽ പഠിച്ച സാധനങ്ങൾ റിവിഷൻ ചെയ്യുക, ഇതിനാവശ്യമുള്ള ടെസ്റ്റ് എടുക്കുക, എന്നിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മെന്റേഴ്സിനോട് ചോദിക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക? അടുത്ത ക്ലാസ്സിലേക്ക് നമുക്ക് പോവാം. സോ അടുത്ത വീഡിയോ അതിനുശേഷം കാണുക. ഓക്കെ, താങ്ക് യു.